2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ കൊച്ചി നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. വൈകിട്ട് നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം 6:30-ന് 1.5 ലക്ഷത്തോളം BJP പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിലായിരിക്കും ആദ്യം പങ്കെടുക്കുക. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് നഗരത്തിലെമ്പാടും ഏർപ്പെടുത്തിയിരിക്കുന്നതും. എന്തായാലും സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്നും നമ്മളോടൊപ്പം ചേർന്നത്. സുധീഷ്, വീണ്ടും നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ്. ആവേശത്തോടെയാണ് മലയാളക്കര ഓരോ പ്രാവശ്യവും അദ്ദേഹത്തെ വരവേൽക്കാനായി നിൽക്കുന്നതും. ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും കൊച്ചി സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ശക്തമാണ്. ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞുവോ? അനു, ഗുഡ് മോർണിംഗ്. എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് വൈകിട്ട് 5:30 നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന പ്രധാനമന്ത്രി ആദ്യം പങ്കെടുക്കുന്ന റോഡ് ഷോയിലാണ്. അവിടെ നിന്നും നാവിക വിമാനത്താവളത്തിലേക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗമാണ് റോഡ് ഷോ ആരംഭിക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപത്തേക്ക് എത്തുക. അവിടെ നിന്നുമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അവിടെ നിന്നും ടൗൺ ഹാൾ വരെ റോഡ് ഷോ പോകും. ടൗൺ ഹാളിന് സമീപത്ത് ഇറങ്ങിയ ശേഷം അവിടെ നിന്നും വാഹനത്തിലാവും അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് പോവുക. ഈ 50,000-ലധികം പ്രവർത്തകരാവും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. അത് വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്നവരാണ്. അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന അടക്കമുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രി എത്തുമ്പോഴുണ്ടാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ അത് എല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് അതിൻ്റെ ട്രയൽ അടക്കം നടത്തിയിരുന്നു. അത്തരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രധാനമന്ത്രി കടന്നു പോകുന്ന റോഡുകളിലെല്ലാം ഗതാഗത നിയന്ത്രണം കാണും. അതിന് സമീപത്തെ കടകൾക്കും എല്ലാം തന്നെ സുരക്ഷയുടെ ഭാഗമായുള്ള മുന്നറിയിപ്പുകളുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ട്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് എത്തുന്ന ഈ ഒരു റോഡ് ഷോ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കേരളത്തിലും BJPക്ക് ശക്തമായ വേരോട്ടം ഇപ്പോൾ തന്നെ പ്രവർത്തകരെ കൊണ്ടും അനുഭാവികളെ കൊണ്ടും എല്ലാം തന്നെ ഉണ്ട്. അതിനെ കൂടുതൽ ഉറപ്പിക്കുന്നതിനും മോദിയുടെ ഒരു സാന്നിധ്യം പ്രചരണത്തിലെത്തുമ്പോൾ, തുടർച്ചയായി മോദിയുടെ ഒരു സാന്നിധ്യം എത്തുമ്പോൾ അത് വോട്ടായി മാറും എന്നും കേരളത്തിൽ പ്രതീക്ഷിക്കുന്നു. ആ രീതിയിലെല്ലാം തന്നെ ഇതിനെ വലിയ രീതിയിലാണ് ഇതിനൊരു പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ വലിയ രീതിയിൽ ജനങ്ങൾ വരവേൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. അതോടൊപ്പം തന്നെ കേരളത്തിന് വേണ്ടി 4,000 കോടിയുടെ പദ്ധതിയും നാളെ പ്രഖ്യാപിക്കും. പ്രധാനമന്ത്രി രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ BJP നേതാവും അതോടൊപ്പം ചലച്ചിത്ര താരമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷമാവും ഇവിടേക്ക് വരിക. ആ ഒരു ഇതിന് ആദ്യം BJP പ്രവർത്തകരുടെ ഒരു യോഗമുണ്ട്. അത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ 4,000 കോടിയുടെ പദ്ധതിയുടെ പ്രഖ്യാപനവും ഉണ്ടാവും. അതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. ഇത്തരത്തിൽ കേരളത്തിന് വാനോളം പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് വൈകിട്ട് 5:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നത്. അവിടെ നിന്നും ഹെലികോപ്റ്ററിലാണ് നാവിക വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ഒരു സാന്നിധ്യം അത് തന്നെയാവും ഏറ്റവും പ്രാധാന്യമായി പറയേണ്ടത്. അത്തരത്തിൽ ഒരു സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം തന്നെ ഈ എത്തുന്ന ജനങ്ങൾക്ക് ഇതിലെല്ലാം തന്നെ പങ്കെടുക്കുന്നതിനും എല്ലാമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു അടക്കമുള്ള BJP പ്രവർത്തകർ ഇവിടുത്തേക്ക് എത്രത്തോളം ഒരുക്കങ്ങളായി എന്നത് അന്തിമഘട്ടത്തിൽ ഒന്നുകൂടി വീക്ഷിക്കാനായി എത്തിയിട്ടുണ്ട്. അവരോട് തന്നെ ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇന്നത്തെ ഒരു റോഡ് ഷോയും മറ്റുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്? ഇന്നിപ്പോൾ ഈ കൊച്ചി മഹാനഗരത്തിലേക്ക് വരുന്ന ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും അതോടൊപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ, വെള്ളം, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയുള്ള വലിയൊരു വോളണ്ടിയേഴ്സിൻ്റെ വലിയൊരു സംഖ്യ പോലീസിൻ്റെ സഹായത്തോട് ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കൊച്ചി മഹാനഗരം യുവം പരിപാടിയിൽ മോദിയെ സ്വീകരിച്ചതാണ്. വലിയ ജനസഞ്ചയം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് പല സന്നദ്ധ സംഘടനകൾ മോദി ഫാൻസ് അവർ സ്വമേധയാ അവിടെ ബോർഡ് ചോദിച്ചിട്ടുണ്ട്. മോദി ഫാൻസ് എന്ന് പറഞ്ഞ് ബോർഡ് ചോദിച്ചിട്ടുണ്ട്. അവർ സ്വമേധയാ അലങ്കരിക്കാൻ വേണ്ടി അവർ തയ്യാറായി മുന്നോട്ട് വരുന്നു. പാർട്ടി പ്രവർത്തകരോടൊപ്പം അവർ കൊടികെട്ടാൻ വേണ്ടി വരുന്നു, മറ്റു കാര്യങ്ങൾ വേണ്ടി ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ കൊച്ചി മഹാനഗരം വലിയൊരു ജനാവലി, കൊച്ചി മഹാനഗരത്തിലേക്ക് വലിയൊരു ജനങ്ങളുടെ കുതിപ്പ്
സ്വാഭാവികമായിട്ടും ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലത്തെ പോലീസ് സഹോദരൻ, നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. എത്ര ആളുകൾ വന്നാലും ഈ മഹാനഗരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും മോദിജിയെ കാണാൻ സാധിക്കുന്ന രീതിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും അവർക്ക് നിൽക്കുവാനും അവർക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ, വെള്ളവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുവാനും വേണ്ടിയുള്ള വലിയൊരു വോളണ്ടിയേഴ്സിൻ്റെ ടീം തന്നെ പാർട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം എറണാകുളം കൊച്ചി മഹാനഗരത്തിലെ പോലീസും അതോടൊപ്പം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു കൂട്ടായിട്ടുള്ള വലിയൊരു പരിശ്രമം അതിനുവേണ്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മോദിയുടെ സന്ദർശനത്തെ ഒരു തരത്തിലൊരു രാഷ്ട്രീയ പരിപാടിയായി തന്നെ ഇതിനെ കാണാം. പക്ഷേ നാളെ അത് കേരളത്തിനൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന 4000 കോടിയുടെ പദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നത്. അത് കേരളത്തിൽ എത്രത്തോളം സ്വീകാര്യമാവും, എത്രത്തോളം പ്രയോജനകരമായ പദ്ധതികളാണ് കേരളത്തിൽ വരുന്നത്? ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ വികസനം വികസനം എന്നൊരു കാലത്ത് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നാം വികസനത്തിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. നമുക്കറിയാം, എല്ലാ റോഡ് ഗതാഗതങ്ങൾ, എല്ലാ മേഖലകളും വ്യോമയാനം മാത്രമല്ല, റെയിൽവേ മാത്രമല്ല, റോഡ് മാത്രമല്ല, എല്ലാ മേഖലകളും വികസിച്ചൊരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരാൾ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, പാവപ്പെട്ടവനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇടത്തരക്കാരനായിക്കോട്ടെ, മറ്റേത് വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് വികസനത്തിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത്. വികസനത്തിലൂടെയാണ് ജീവിക്കുന്നത്. വികസനത്തിൻ്റെ സങ്കല്പങ്ങൾ, വികസനത്തിൻ്റെ വലിയൊരു സങ്കല്പങ്ങളുമായിട്ടാണ് ഓരോ പൗരനും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള അത് ലോകത്തിലുള്ള എല്ലാവരും അത് ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ട് ഇനി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതികളും കേരളത്തിൻ്റെ വികസനത്തിന്, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയൊരു മുന്നേറ്റത്തിന് വേണ്ടി ഒരു കുതിപ്പാകും എന്ന് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ കാണുന്നത്. IOC ടെർമിനലുണ്ട്, അതോടൊപ്പം തന്നെ കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിനുള്ള അത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കുന്നു. അതോടൊപ്പം തന്നെ യാർഡ് വരുന്നു. ഈ സംവിധാനങ്ങളെല്ലാം തന്നെ കൊച്ചി കപ്പൽശാലയിലും അവിടുത്തെ ചരക്ക് വിനിമയം അടക്കമുള്ള ഈ രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു പദ്ധതിയായിട്ട് നമുക്ക് കാണരുതോ? ഇതിപ്പോൾ കൊച്ചി കപ്പൽശാല, കൊച്ചി ഷിപ്പ്യാർഡ് വലിയ ഭീഷണി, അടച്ചുപൂട്ടൽ ഭീഷണി വരെ നേരിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒന്ന് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതുപോലൊരു സ്ഥാപനമാണ് ഇന്നിപ്പോൾ വലിയ വലിയ പ്രൊജക്റ്റുകൾക്ക്, വലിയ വലിയ ഷിപ്പുകൾക്ക്, ഇപ്പോൾ വിക്രാന്ത് നമ്മുടെ ഇവിടെ ഇറങ്ങിയതാണ്. അതുപോലെയുള്ള വലിയ വലിയ ഷിപ്പ് നിർമ്മാണ കമ്പനിയായിട്ട് ആ കൊച്ചി കപ്പൽ നിർമ്മാണശാല മാറുന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ള പല കമ്പനികളും കൊച്ചിൻ ഷിപ്പ്യാർഡുമായി എഗ്രിമെൻ്റ് ഒപ്പുവെക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. നിരവധി കമ്പനികൾ വെയിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇത് ഭാരതത്തെ, കൊച്ചിയെ മാത്രമല്ല ഭാരതത്തെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. സ്വാഭാവികമായിട്ടും കൊച്ചി കപ്പൽ നിർമ്മാണശാല നിലനിൽക്കുന്നത് നമ്മുടെ നാട്ടിലായതുകൊണ്ട്, കൊച്ചിയിലായതുകൊണ്ട്, കേരളത്തിലായതുകൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളുടെ ഒരു വിഹിതം, അല്ലെങ്കിൽ കൊച്ചി കപ്പൽ നിർമ്മാണശാലയ്ക്കുണ്ടാകുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു വിഹിതം സ്വാഭാവികമായിട്ടും പ്രാദേശികമായ വികസനത്തിന് വേണ്ടി അവർ ചിലവാക്കുന്നുണ്ട്. അതിനെയും ചിലവാക്കും. അതുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മറ്റ് സംരംഭങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ വികസന പദ്ധതികളുടെ ലാഭവിഹിതങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുണ്ടാകും. മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം പ്രാദേശികമായിട്ടുള്ള എല്ലാ മേഖലകളിലും വലിയ വികസനം ഉണ്ടാവുക തന്നെയാണ് ഇവിടുത്തെ പൊതുസമൂഹം കാണുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പം ഇവിടെ നിയമസഭയിലൊക്കെ മത്സരിച്ചിട്ടുള്ള ആളെന്ന നിലയിൽ ഇവിടുത്തെ ഇപ്പം ആൾക്കാരുടെ ഒരു വികാരം, ഈ മോദിയുടെ ഈ വരവിനെ എത്രത്തോളം ഹൃദ്യമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്? കൊച്ചി അത്ഭുതത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്. കാരണം ലോകനായകൻ തന്നെയാണ് കൊച്ചിയിൽ വരുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ വന്നു, വീണ്ടും വരാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഇന്ന് കൊച്ചിയെ സംബന്ധിച്ച്, കൊച്ചി നഗരത്തെ സംബന്ധിച്ച് എറണാകുളം ശിവക്ഷേത്രം ഏറ്റവും പ്രധാനപ്പെട്ട, അവിടെ ഇന്ന് ഉത്സവം കൊടികേറുകയാണ്. അതോടൊപ്പം ജനമനസ്സുകളിൽ മോദി എന്ന വികാരത്തിൻ്റെ കൊടികേറ്റം ഇന്ന് കേരളത്തിലും പ്രത്യേകിച്ച് കൊച്ചിയിലെ ആരംഭം കുറിക്കുകയാണ്. ജനങ്ങൾ തങ്ങളുടെ സ്വന്തം മോദിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വികസന സങ്കല്പങ്ങൾക്ക് എല്ലാം കേരളത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ള കാതോർത്ത് നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെയും കൊടിയേറ്റമായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് മോദിജി എന്ന ഒരു വികാരമാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വികസന സങ്കല്പങ്ങളെ കുറിച്ച് അഭിമാനം കൊള്ളുന്നു. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് സ്വാഭാവികമായും BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യം സൃഷ്ടിക്കും. കാരണം കഴിഞ്ഞ വർഷങ്ങളായി മാറി മാറി ഭരിച്ച മുന്നണി സംവിധാനങ്ങളും തുടർച്ചയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണ സംവിധാനങ്ങളിലും ജനങ്ങൾ വലഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് കോടിക്കണക്കിന് രൂപ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം നൽകിക്കൊണ്ട്
ഈ കൊച്ചി കപ്പൽശാലയുടെ വികസനത്തിൽ മാത്രം വയ്ക്കുന്ന തുക അത് കൊച്ചി കപ്പൽശാലയുടെ അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിൻ്റെ ഒരു ഭാഗമായി മാറുമെന്ന് ഇപ്പോൾ ഷൈജു സൂചിപ്പിച്ചു. ആ തരത്തിൽ വൻ വികസന പദ്ധതികൾ കേരളത്തിന് നൽകിക്കൊണ്ട് കേരളം ഇവിടെ ചോദിക്കാറുണ്ട്, കേരളം എന്താണ് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന്. കേരളവും ഇന്ത്യയുടെ ഭാഗമാണെന്ന് മോദിജിക്ക് അറിയാം. അത് മോദിജിയെ ആരും പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. എന്തു തന്നെയായാലും കേരളത്തിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ നൽകുന്നതാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും കൊച്ചി നഗരത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. അതിനെ വരവേൽക്കാൻ ജനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. അത് രാഷ്ട്രീയത്തിന് അതീതമായി പ്രധാനമന്ത്രിയുടെ വരവിനായി അവരും കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് പ്രതികരണങ്ങളിൽ നിന്നും ഇല്ലെങ്കിൽ ഓരോരുത്തരുടെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുമ്പോൾ അവരുടെ ഒരു സമീപനത്തിൽ നിന്നും എല്ലാം മനസ്സിലാവുന്നത്. ആ രീതിയിൽ കൊച്ചി നഗരം പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. അനു, സുധീഷ്, എങ്ങനെയാണ് ഈ ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചോ? എന്തായാലും സ്വാഭാവികമായിട്ടും ഇന്ന് വൈകുന്നേരത്തോടെ അല്ലെങ്കിൽ ഇന്ന് ഉച്ച മുതൽ കൊച്ചിയിലും നാളെ തൃശ്ശൂരിലും ഒക്കെ ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഇനി മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, സുധീഷ് ഇപ്പോൾ BJP ഭാരവാഹികളോട് ചോദിച്ചതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് 4000 രൂപയുടെ അത് 3 പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതികളാണ് നാളെ തുടക്കമിടാൻ പോകുന്നത്. എന്തായാലും ആ വികസന കുതിപ്പ് ഒരുപക്ഷെ ഷിപ്പ്യാർഡിനാണ് എങ്കിൽ കൂടിയും അത് കേരളത്തിൽ എപ്രകാരം പ്രതിഫലിക്കും എന്നുള്ളതൊക്കെ ഇപ്പം നമ്മൾ അവരുടെ വാക്കുകളിൽ നിന്ന് കേട്ടതുമാണ്. ഈ പദ്ധതികളെ കുറിച്ചുകൂടി അനു, ഇതിൽ ഏറ്റവും പ്രധാനമായും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഇവിടെ കലൂർ ഭാഗത്തുകൂടി വരുന്ന വാഹനങ്ങൾ അതിന് വന്ന് ഇവിടെ മഹാരാജാസ് ഗ്രൗണ്ടിൻ്റെ അവിടെ ആൾക്കാരെ ഇറക്കിയ ശേഷം മടങ്ങിപ്പോയി പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനങ്ങളുണ്ട്. അത്തരത്തിൽ 3 ഇടങ്ങളിലായാണ് പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കാണും. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഭാഗത്തിനോട് ചേർന്നാണ് എറണാകുളം ജില്ലാ ജനറൽ ആശുപത്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആംബുലൻസിനും മറ്റും എത്തുന്നതിനുള്ള സംവിധാനം ആ രീതിയിൽ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ക്രമീകരണങ്ങൾ ആശുപത്രിയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിക്കൊണ്ടും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൊച്ചിൻ കപ്പൽശാലയിലടക്കം 3 പദ്ധതികളാണ് പ്രധാനമായും ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ പ്രഖ്യാപിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം IOCയിലെ ഒരു പുതിയ ടെർമിനലിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. അതോടൊപ്പം തന്നെയാണ് കൊച്ചിൻ കപ്പൽശാലയിലെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയുള്ള അന്താരാഷ്ട്ര റിപ്പയറിംഗ് സെൻറ്റർ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു യാർഡിൻ്റെയും പ്രഖ്യാപനം ഉണ്ടാവും. അത് ഏതാണ്ട് വലിയ രീതിയിൽ ഏതാണ്ട് 310 മീറ്ററോളം നീളം വരുന്നതാണ്. ആ രീതിയിൽ വലിയ വികസന സാധ്യതകൾ, അതായത് ഏറ്റവും വലിയ കപ്പലുകൾ അടക്കം അവിടെ വരുന്നതിനും മറ്റുമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള പദ്ധതിയാണ്. അത് സമഗ്രമായ കേരളത്തിൻ്റെ കൊച്ചി നഗരത്തിൻ്റെ വികസനത്തിനുകൂടി ഉതകുന്നതാണ്, വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പോൾ ഈ ഓരോ പദ്ധതികളും പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നു, പ്രധാനമന്ത്രി അടക്കം അതിന് പ്രാധാന്യം നൽകുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന കൂടിയാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിനെ വലിയ രീതിയിൽ പ്രധാനമന്ത്രി ഒറ്റുനോക്കുന്നു എന്നതാണ് അടിക്കടിയുള്ള ഈ വരവ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പം വന്ന് 1 മാസമാകുന്നതിനുള്ളിൽ അടുത്ത സന്ദർശനം, ഇനിയും സന്ദർശനം ഉണ്ടാകും എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് വലിയ ശ്രദ്ധ നൽകിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം കേരളത്തിലെ ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ, നേരത്തെയൊക്കെ അറിയാം നമുക്ക് അത്തരത്തിലുള്ള പൂർണ്ണമായ ഒരു പിന്തുണ കിട്ടിയിരുന്നില്ല എങ്കിൽ ഇത്തവണ അത്തരമൊരു പിന്തുണ കിട്ടിയ കേരളത്തിൻ്റെ മുഖം തന്നെ മാറ്റിയെടുക്കുന്ന വിപ്ലവകരമായ വികസനത്തിലേക്ക് പോകും എന്ന ഉറച്ച സന്ദേശം തന്നെയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. അതിനെ എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുക്കുമെന്നതാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ നമുക്കറിയാം തൃശ്ശൂരിൽ നടന്ന സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോലും ഉണ്ടായ ഒരു പങ്കാളിത്തം, അതിൻ്റെ ഒരു ഊർജം, അത് വലിയ രീതിയിൽ പ്രധാനമന്ത്രിക്കും ആഹ്ലാദം പകരുന്നതാണ് എന്നത് ഇന്നത്തെ വരവിൽ നിന്നും നമുക്ക് ഉറപ്പിച്ച് പറയാനും സാധിക്കും. അനു, തീർച്ചയായും മോഡി ഗ്യാരണ്ടിയുടെ ഗുണഫലങ്ങൾ എന്തായാലും രാജ്യമെമ്പാടെ എല്ലാ ജനങ്ങളും ഒന്നുപോലെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതും. എന്തായാലും പ്രധാന സേവകൻ ഇന്ന് കൊച്ചിയിലേക്ക് എത്തുകയാണ്. 2 ആഴ്ചക്കിടെ അദ്ദേഹം നടത്തുന്ന 2ാമത്തെ കേരള സന്ദർശനം. എന്തായാലും പ്രതീക്ഷകൾ ഏറെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയ്ക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കുമായി ചെവിയോർക്കാം നമുക്ക്.